എപ്പോ? എവിടെ വെച്ച്? 10 മണിക്കോ? ലവേഴ്സ് പാർക്കിലോ? ശരി ശരി, ഞാൻ എത്താം. ഓക്കെ, താങ്ക് യു ജിത്തേട്ടാ. നമുക്ക് നേരിട്ട് കാണാം. കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ജിത്തേട്ടൻ ഫോൺ എടുക്കാതിരുന്നതേ ഫ്രോഡ് ആയതുകൊണ്ടല്ല, എനിക്കൊരു സർപ്രൈസ് തരാനായിരുന്നു. ആള് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് എനിക്കാ. അതാ ജിത്തേട്ടൻ. ഞെട്ടിക്കലെന്ന് വെച്ചാ ഒടുക്കത്തെ ഞെട്ടിക്കല. പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു. കോളേജില് ഞാൻ ലൈബ്രറിയിലൊക്കെ ഇരിക്കുമ്പോ പിന്നാലെ വന്ന് ഠോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നേ. അല്ല, എന്താ അഭിയേട്ടന്റെ മുഖം വാടിയത്? വാടിയോ? എവിടെ? ഈ മുഖത്തുണ്ടാവുന്ന ഓരോ ചലനങ്ങളും എനിക്ക് മനപ്പാടും അഭിയേട്ട. മുഖം മാറ്റം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, മനം മാറ്റം നീ കണ്ടിട്ടില്ല. അയ്യോ, 10 മണിക്കാ ജിത്തേട്ടനെ കാണാന്ന് പറഞ്ഞേ. ഇപ്പൊ തന്നെ 8:45. ഞാൻ പോയി വേഗം റെഡി ആവട്ടെ. എന്താ? പോണെന്ന് നിനക്ക് നിർബന്ധമാണോ? അതെ. പിന്നെ എന്നെ കാണാൻ ഇത്രയും ദൂരം ഒരാൾ വരുമ്പോ ഞാൻ പോവാതിരിക്കുന്ന മോശമല്ല അഭിയേട്ടാ. ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടത് നാത്തൂനെ, അങ്ങനെ ഒരുത്തനുണ്ട്. അവൻ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് അവളും അവനും കൂടെ ലവേഴ്സ് പാർക്കിൽ മീറ്റ് ചെയ്യാൻ പോവാ. അപ്പോ ആളെ കൊണ്ടുവരാൻ വാങ്ങിച്ചോണ്ട് പോയ കാശും വേസ്റ്റായി. നാത്തൂൻ അങ്ങനെ പറയരുത്. നമ്മള് കവാന ഇറക്കിയതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഈ ഇന്ദ്രജിത്ത് മറ നീക്കി പുറത്തു വന്നത്. അതെങ്ങനെ? എന്റെ നാത്തൂനെ, ഇന്ദ്രജിത്ത് എന്ന ഒരാളില്ലെന്ന് ഖവാൻ സ്ഥാപിക്കാൻ നോക്കിയപ്പോഴല്ലേ അവൾ ഇന്ദ്രജിത്തിനെ ഇങ്ങനെ ഇറക്കിയത്. ഈ വരുന്നവൻ ഇന്ദ്രജിത്ത് തന്നെയാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? നമ്മൾ ഇറക്കിയതുപോലെ ഇനി അവളും ഒരു വ്യാജന ഇറക്കി കളിക്കുകയാണെങ്കിലോ? ഏതായാലും അവൻ കേരളത്തിലെത്തിയല്ലോ. ഇന്ന് അവര് തമ്മിൽ കാണുകയും ചെയ്യും. പിന്നെ നമ്മുടെ റൂട്ട് എളുപ്പമായില്ലേ? ഞാനുണ്ടാവും നാത്തൂനെ ഇന്ന് ലവേഴ്സ് പാർക്കിൽ. ഇന്ദ്രജിത്ത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. നാത്തൂൻ നോക്കിക്കോ. ഇന്ദ്രജിത്ത്. അഭിയേട്ടാ, പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ടൗണിലെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്യോ? അപ്പൊ നീ ഇന്ന് ഓഫീസിൽ വരുന്നില്ലേ? ഞാനിന്ന് ഹാഫ് ഡേ ലീവാ. ലീവോ? ആരോട് ചോദിച്ചിട്ട്? ലീവ് ഞാൻ HR ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് സൂസനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതെന്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. ഫുൾ ഡേ പേയ്മെന്റ് ഞാൻ കട്ട് ചെയ്യും, ഉച്ചയ്ക്ക് ശേഷം വന്നാലും ഇല്ലെങ്കിലും. എന്നാ ഞാനിന്ന് ഫുൾ ഡേ ലീവാ. ചുമ്മാ സാലറി ഇല്ലാതെ എന്തിനാ പണി ചെയ്യുന്ന? കൊള്ളാം, നല്ല ആത്മാർത്ഥത. കൊടുക്കുന്നതേ കിട്ടൂ. അല്ല, നീ എന്തിനാ ടൗണിൽ പോകുന്നത്? ആഹാ, ഇത്ര വേഗം മറന്നോ? 10 മണിക്കല്ലേ ജിത്തേട്ടനുമായുള്ള മീറ്റിംഗ് ലവേഴ്സ് പാർക്കിൽ. പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ വിട്ടാ ഞാൻ അതുവഴി താഴേക്ക് ഇറങ്ങി പാർക്കിൽ പൊയ്ക്കോളാം. പാർക്കിന് മുന്നിൽ നല്ല ട്രാഫിക് ആവും, അപകടം പെട്ടുപോകും. ഞാനിന്ന് ടൗൺ വഴിയല്ല പോകുന്നത്. പിന്നെ ആകാശം വഴിയാണോ? അതെ, ഹെലികോപ്റ്ററില്. എന്നാ പിന്നെ എന്നെ കൂടെ കൊണ്ടുപോ. കുറെ കാലം കൂടി കാണുന്നല്ലേ,
ജിത്തേട്ടന്റെ മുന്നിൽ എനിക്കൊരു ജാട ആയിക്കോട്ടെ. ഇന്ന് നീ എങ്ങോട്ടും പോകുന്നില്ല. എന്റെ കൂടെ ഓഫീസിലേക്ക് വരുന്നു. ഞാൻ ലീവ് ഓൾറെഡി അപ്ലൈ ചെയ്തതാണല്ലോ അഭിയേട്ടാ. ഹ, അത് ഞാൻ സാങ്ഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ? ലീഗലി ഞാൻ ലീവിന് എലിജിബിളാ. 1, 2 അല്ല, 23 ലീവാ എനിക്ക് ഈ വർഷം ബാക്കി. ഞാൻ കോടതി പോയാ ലേബർ ആക്ട് പ്രകാരം തൊഴിലാളിയുടെ അവകാശം നിഷേധിച്ചതിനും തൊഴിലിടത്തെ പീഡനത്തിനും അഭിയേട്ടനകത്തു പോവും. ശരി, ലീവ് തരാം. പക്ഷെ നീ എങ്ങും പോകുന്നില്ല. വീട്ടിലിരിക്കാൻ ഞാൻ പറയുന്നു. അത് പറ്റില്ല എന്ന് ഞാനും. ഞാൻ പറയുന്നത് നീ മര്യാദയ്ക്ക് അനുസരിച്ചോണം. എന്തിന്? എനിക്കതിനുള്ള അവകാശമുണ്ട്. എന്തവകാശം? ഞാൻ നിന്റെ പറ. എന്താ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? നിന്റെ ബോസാ. നീ ഏത് കോർട്ടിൽ പോയാലും പെൻഡിംഗ് വർക്ക്സ് ഉള്ളപ്പോ പ്രീവിയസ് ഇൻഫർമേഷൻ ഇല്ലാതെ ലീവ് എടുത്ത് പോയാ നിന്റെ ഇറസ്പോൺസിബിലിറ്റി ഞാൻ പ്രൂവ് ചെയ്യും. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ച് എന്റെ കൂടെ വാ. പറ്റില്ല, എനിക്ക് പോണം. അതെ, അപ്പൊ എന്നെ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അഭിയേട്ടാ പ്ലീസ്. അപ്പൊ ചൊറിയുന്നുണ്ടല്ലേ? ചൊറിഞ്ഞോ? നന്നായിട്ട് ചൊറിഞ്ഞോ? ഈ ചൊറിച്ചലിന്റെ അവസാനം ഞാൻ പറയിക്കും മോനെ, ഐ ലവ് യു സംയുക്ത. നിന്നെ ഞാൻ ഒരു ജിത്തേട്ടനും വിട്ടുകൊടുക്കില്ല എന്ന് കാണിച്ചു തരാം ഞാൻ. അതെ അഭിയേട്ടാ, അതെ അഭിയേട്ടാ, അഭിയേട്ടന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലേ? എന്നെ വഴിയിൽ ഡ്രോപ്പ് ചെയ്യില്ലേ? നിനക്ക് എന്താടി ഭ്രാന്തുണ്ടോ? നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ചുമ്മാ ഒന്ന് ചോദിച്ചതാ, എങ്ങാനും മനസ്സ് മാറിയാലോന്ന് കരുതി. അറിയില്ലേ, അത് ഈ ജന്മം നടക്കില്ല. ഇന്നെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് ഓഫീസിലെത്താം. അല്ലെങ്കിൽ കൂടെ ഇരുന്ന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നീ പോയില്ലേ? അഭിയേട്ടൻ പോയില്ലേ? പോയാ പിന്നെ ഞാനിവിടെ കാണുമോ? അതുപോലെ ഞാനും പോയെങ്കിൽ ഇവിടെ കാണുമോ? അപ്പച്ചി ഇതെങ്ങോട്ടാ? ഞാനൊന്ന് ടൗൺ വരെ പോവാ. കേറിക്കോ, ഞാൻ വിടാം. വേണ്ട മോനെ, ഞാനൊരു ഓട്ടോ പിടിച്ചു പൊക്കോളാം. നിനക്ക് ബുദ്ധിമുട്ടാവും. ഏയ് സാരമില്ല, അപ്പച്ചി കേറ്. വേണ്ട കേട്ടാ, ഞാൻ പൊക്കോളാം. നാട്ടിൽ ഓട്ടോയിൽ കയറാൻ ഒരു കൊതി. ഒരുപാട് നാളായില്ലേ കയറിയിട്ട്. ശരി മോനെ, വൈകിട്ട് കാണാം. പോട്ടെ സംയുക്തേ. വഴി പോകുന്നവരൊക്കെ വിളിച്ചു കയറ്റിയാലും സ്വന്തം ഭാര്യ കേട്ടരുത് കേട്ടോ. അതെന്റെ സൗകര്യ. എന്നാലേ ഇനി ഞാൻ എന്റെ സൗകര്യം നോക്കിക്കോളാം. ഇവിടെ നിൽക്കാന്നാണല്ലോ വക്കീല് പറഞ്ഞത്. എവിടെ കാണുന്നില്ലല്ലോ. നിന്ന് ബോറടിച്ചപ്പോ അകത്ത് പോയിട്ടുണ്ടാവൂ. ഏയ് ഇല്ല, എങ്കിലെന്നെ വിളിച്ചാണ്. ആ 10 മിനിറ്റ് ഞാൻ നേരത്തെയാ.
സാരില്ല, വെയിറ്റ് ചെയ്യാം. അയ്യോ ചേച്ചി, ഇതെന്താ ഇവിടെ? എത്രയായി? 50. ഓക്കെ. ഇനി ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ് ചേച്ചി വന്നതാണോ? ഈ വക്കീലിത് എവിടെ പോയി കിടക്കുക? ഹലോ ഹലോ വക്കീലെ, നിങ്ങളിത് എവിടെയാ? ആ ശരി ശരി, വേഗം വാ. രക്ഷപ്പെട്ടു. അപ്പോ ചേച്ചി എന്നെ തേടി വന്നതല്ല, വേറെ ആരോ വരാനുണ്ട്. ആരാവോ അത്? ഇവിടെ വെയിറ്റ് ചെയ്യാം. ഏതായാലും ഈ വഴിയാവുമല്ലോ അവര് വരുന്നത്. അവളുടെ ഒരു ഇന്ദ്രജിത്ത്. ഇന്നവൻ വരട്ടെ. ഓഫീസിലെത്താനും വൈകുമല്ലോ. ശ്രീബുദ്ധനൊന്ന് വിളിച്ചു നോക്കാം. ഔട്ട് ഓഫ് റേഞ്ച് ആണല്ലോ. അല്ലെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ച ആളെ കിട്ടില്ല. ഇനി എന്ത് ചെയ്യും? ആ, രാമകൃഷ്ണനെ വിളിക്കാം. ആ രാമകൃഷ്ണ, താൻ എവിടെയാ? ആ സാർ, ഞാനിവിടെ ടൗണിലാ. ഓഡിറ്റർ ഓഫീസിന്റെ തൊട്ട് താഴെ വരെ എത്തി. എന്താ സാർ? ഞാന് വരാൻ കുറച്ച് വൈകും. ശ്രീബുദ്ധനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. താൻ ഓഫീസിലെത്തിയ ഉടൻ ശ്രീബുദ്ധനോട് പറയണം ഷാർപ്പ് 10:30 കൊച്ചിയിലെ എയർ ട്രാവൽസിലൊന്ന് വിളിക്കണമെന്ന്. ഓ പറയാം സാർ. ശരി. MD എത്ര പറഞ്ഞാലും കേൾക്കൂല. എപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കും. പാവത്തിന് ഫുൾ ടൈം ഓരോ ഡൗട്ടാ. ഓ പിന്നെ പറയൂ രാധ, ഓക്കെ. നിന്റെ ഹൃദയം ഈ രാമേട്ടന് മുന്നിൽ തുറക്കൂ. ഒന്ന് പോടുന്ന. തുറക്കല്ലേ, തുറക്ക്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പോടുന്ന. ഇവൾക്കൊന്നും വേറെ പണിയില്ലേ? കാലത്ത് ഇറങ്ങിക്കോളും. ബീച്ചിലും പാർക്കിലൊന്നും മാന്യന്മാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയെ. ഇവളെന്തിനു ഈ വണ്ടിയിൽ ചാരി നിൽക്കുന്നേ? അങ്ങോട്ട് എങ്ങനെ മാറി നിന്ന് സംസാരിച്ചോളൂ. സാർ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുത്.
ഇതാ അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതിനാര് പാർക്ക് ചെയ്തു? ഞാൻ വണ്ടി തന്നെ ഇരിക്കല്ലേ. അതാ സാർ പറഞ്ഞത്, അങ്ങോട്ട് നീക്കിയിടണം. ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യാം. ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ വണ്ടിയിടാൻ പാടില്ല. ഇത് വലിയ കഷ്ടം തന്നെയാണ്. ശരി, ഞാൻ മാറ്റിക്കോളാം. ഓക്കെ സാർ. ആ അകത്ത് പോയ സംയുക്ത കാണും. എന്താ ഒരു വഴി? ഇന്ന് ഏതായാലും ഇന്ദ്രയത്തിനെ കാണാതെ മടങ്ങുന്ന പ്രശ്നമില്ല. ആദ്യം കണ്ടപ്പോ തന്നെ ഞാൻ വീണു. അയ്യോ അയ്യോ, ശ്ശെ, ഇവനൊക്കെ പറഞ്ഞിട്ട് എടുത്തൂടെ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ആളില്ല, അങ്ങോട്ട് പോവാം. ബൈക്കിൽ പോകുമ്പോ നല്ല കട്ടറുള്ള വഴി കൊടുക്കും. അപ്പോഴല്ല കീച്ചെന്ന് പിടിച്ചിരുത്തോളൂ കേട്ടോ. മാറങ്ങോട്ട്. അയ്യോ, ഇതാര്? സമൃദ്ധമോളോ? രാമകൃഷ്ണേട്ടൻ എന്താ ഇവിടെ? പെങ്ങളാ, സരസു. ഇവിടെ PSC ടെസ്റ്റ് എഴുതിക്കാൻ ടൗണിൽ കൊണ്ടുവന്ന. അതിന് ഇന്ന് ഏത് PSC ടെസ്റ്റാ? പോലീസ് അല്ല, LD ക്ലർക്ക് അല്ലെ? അല്ലേ സരസു? പറഞ്ഞോട്. അല്ല, മോളെന്താ ഇവിടെ? അത് ഞാൻ എന്റെ ഒരു ഫ്രണ്ട്. മനസ്സിലായി. നടക്കട്ടെ, ഞാൻ ആരോടും പറയില്ല. അയ്യോ രാമകൃഷ്ണേട്ടാ. കൊച്ചു ഗള്ളി. സരസു പെങ്ങളെ, നമുക്ക് ആ തണലിൽ പോയിരുന്ന കുറച്ച് ജനറൽ നോളജ് പഠിക്കാം. ഞാൻ പോട്ടേട്ടാ. നന്നായിരിക്കും. ആരേത്? എന്റെ MDയുടെ ഭാര്യയുടെ പെങ്ങളാ. ഓ, എന്തോ ചുറ്റിക്കളിയായിട്ട് വന്നതാവും. പിന്നെ പണി പോയി. സാർ, ഞാൻ ഓഡിറ്റർ ഓഫീസ് ടൗൺ അല്ലേ? ഞാൻ അവിടെ പോയിട്ട് വന്നേണ് സാർ. ഇത്ര പെട്ടെന്ന് അവിടെ പോയിട്ട് ചാടി വരാൻ താൻ ആരാ, ഹനുമാനോ? അതോ താൻ ഹെലികോപ്റ്റർ പിടിച്ചു പോകും? സാർ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ ഓഡിറ്ററിനെ കാണാൻ പോയില്ല സാർ. ഏതാടോ ഈ പെണ്ണ്? സരസു എന്റെ പെങ്ങളാ സാർ. അമ്മച്ചിയാണ് സത്യം സാർ. ഇവളൊരു മാരക രോഗിയാണ് സാർ. ഏത് നിമിഷവും മരിച്ചു വീണേക്കാവുന്ന കുട്ടിയാണ് സാർ ഇവള്. ഇവളെയും കൊണ്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ആനന്ദ് രാജിനെ കാണാൻ വന്നതാണ് സാർ. എന്ത് രോഗ തന്റെ പെങ്ങൾക്ക്? ഇല്ലാത്ത രോഗമൊന്നും ഇല്ല സാർ. പിന്നെ താൻ എന്തിനാ കള്ളം പറഞ്ഞത്? ഞാൻ വിളിച്ചപ്പോ ഇതങ്ങ് പറഞ്ഞാ പോരായിരുന്നു? പോരാ സാർ. കള്ളം പറഞ്ഞാലും ഞാൻ എന്റെ ദുഃഖങ്ങൾ ആരോടും പറയില്ല സാർ. എല്ലാം ഈ ഹൃദയത്തിൽ ഒളിപ്പിക്കാനാ സാർ എനിക്കിഷ്ടം. ശരി വെക്കോ. അല്ല സാർ, ഒറ്റയ്ക്കുള്ളൂ? മാഡം വന്നില്ലേ? ഇല്ല. ഞാനും പോട്ടെ. താങ്ക് യു സാർ. പിന്നെ എന്നെ ഇവിടെ കണ്ട കാര്യം ഓഫീസിൽ ആരടുത്തും പറയില്ലേ സാർ?
എന്റെ ദുഃഖം മറ്റാരും അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല സാർ. അതുകൊണ്ടാ. ശരി സാർ, വാ മോളെ വാ. പതുക്കെ നടക്ക്. നിക്കടോ. ഓ എന്താ സാർ? പിന്നെ എന്നെ എന്നെ ഇവിടെ കണ്ട കാര്യവും താൻ ആരോട് പറയണ്ട. അതെന്താ സാർ? അതൊന്നുമില്ല, ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ആ സാർ. എന്തോ ഉണ്ടല്ലോ. ഇങ്ങേരും ചുറ്റിക്കളിക്ക് ഇറങ്ങിയതല്ലേ? പിന്നെ അല്ലാതെ ആ മുഖം കണ്ടല്ലോ അറിഞ്ഞിട്ടേ ഫുള്ള് കള്ളത്തിലോണെന്ന്. അല്ലെങ്കിലുണ്ടല്ലോ ആദ്യം ഡിസ്മിസിൽ അടിച്ച് കൈ തന്നിട്ട് അയാള് സംസാരിക്കും. അല്ല, എം ഡിക്ക് രാമകൃഷ്ണേട്ടനെ വലിയ പേടിയാന്നൊക്കെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് ഈ എം ഡി അല്ല, വേറെ എം ഡി. അപ്പൊ വേറെയുണ്ട് എം ഡി? പിന്നെ നമ്മുടെ കമ്പനിയിൽ ടോട്ടൽ 5 MD ഉണ്ട്. നീ വാ ഇങ്ങോട്ട്, കഥകളൊക്കെ പിന്നെ പറഞ്ഞു.